നമ്മുടെ ഹെവി വർക്ക്ഡ് ഫാബ്രിക് വെച്ചിട്ട് കുറേ മോഡൽസും കളേഴ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കളർ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഷോപ്പീസ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് ഡ്രസ്സ് ഡിസൈൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഏതായാലും ഈ ഒരു ഡ്രസ്സിൻ്റെ ആയിക്കോട്ടെ ഫസ്റ്റ് വന്ന് ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് ചെയ്യണം. നമ്മുടെ ഹെവി ഡ്രസ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നല്ല മൂവിങ്ങും ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫാബ്രിക് എന്നെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കളർ ഫസ്റ്റ് ടൈം ആട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ഡ്രസ്സിന്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടാണ്. സംഭവം എന്താ വെച്ചാൽ ഇതിന്റെ ആ ഒരു ലെയേഴ്സ് ശരിക്കും ആ ഒരു ഇഞ്ച് പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ലെയേഴ്സ് ഫുള്ളി ഒരുമാതിരി വൃത്തികേടായിട്ട് എടുക്കും. അപ്പം അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കട്ടിങ്ങിലായാലും സ്റ്റിച്ചിങ്ങിലായാലും ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ഡ്രസ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ എന്താണെന്നറിയില്ല, ഈ ഒരു ഡ്രസ്സിന്റെ മോഡൽസിൽ കളേഴ്സ് കസ്റ്റമേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കളർ മാത്രം അയക്കാൻ വേണ്ടി ഞാൻ വിട്ടുപോകും. ബാക്കി എല്ലാ കളേഴ്സും അയച്ചു കൊടുത്തിട്ട് അതിൽ കൂടുതൽ പീച്ചാണ് എല്ലാവരും ചൂസ് ചെയ്യണത്. പീച്ച് അല്ലെങ്കിൽ ലാവൻഡറി ഇതുപോലത്തെ കളേഴ്സൊക്കെ മെയിനായിട്ട് അയച്ചു കൊടുക്കും. ബാക്കി ഈ ഷെയ്ഡൊക്കെ ഞാൻ മറന്നു പോകാറാട്ടോ. അങ്ങനെ മറന്നു പോയി. ലാസ്റ്റ് ഈ ഒരു ഷെയ്ഡ് ഒരുപാട് സ്റ്റോക്ക് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും നമുക്ക് ഈ ഷെയ്ഡ് തന്നെ ഡ്രസ്സ് നമുക്ക് ചെയ്തെടുക്കാന്നുള്ളത്. അങ്ങനെ ചെയ്തത് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. സംഭവം ശരിക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഫ്ലവേഴ്സും കാര്യങ്ങളും നമ്മൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടുണ്ടായില്ല. ഫസ്റ്റ് ടൈമാണ് ആ ഒരു ഫ്ലവേഴ്സൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. സംഭവം ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെന്താന്ന് വിചാരിച്ചാൽ ഞാൻ ഷോപ്പിലേക്കായിട്ടൊരു ഡ്രസ്സ് ചെയ്ത് വെച്ചാൽ എപ്പോൾ ചെയ്ത് വെച്ചാൽ എനിക്കൊരു കസ്റ്റമറെ കിട്ടാറുണ്ട് ഇതൊന്ന് ഇട്ട് നോക്കിയിട്ട് എനിക്ക് വീഡിയോസിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കസ്റ്റമർ ഷോപ്പിൽ വേറെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനാണ് വന്നത്. അപ്പം ആൾക്ക് ഈ ഡ്രസ്സ് കണ്ടിഷ്ടമായപ്പോൾ ആളൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഇട്ട് നോക്കിയത് എന്തായാലും നന്നായി. നമ്മൾ എന്തായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുണ്ട്. ആ കുട്ടിക്ക് ആ കളറും നന്നായിട്ട് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ വേണ്ടി മറക്കേ വേണ്ട. പിന്നെ എപ്പോഴും പറയണ പോലെ നമ്മുടെ കോൺടാക്ട് നമ്പർ അത് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലല്ല ക്യാപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഓക്കെ.